നമസ്കാരം, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നാണ് ഒടുക്കത്ത മഴ പെയ്യുന്നൊരു ദിവസമാണ്. എന്താണാവോ ഇന്ന് ഒടുക്കത്ത മഴ. വെതറിൽ മഴ കാണിക്കുന്നില്ല, ക്ലൗഡിയാണ് കാണിച്ചത്. പക്ഷേ മഴയുണ്ട്. കാലത്ത് മഴ പെയ്തു തുടങ്ങിയതാണ്. നമ്മുടെ ഈ ആഴ്ച എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡും അതേപോലെ കോംപ്ലക്സുമായിട്ടുള്ള ഒരു ആഴ്ചയായിരിക്കും. ഇതിപ്പോഴേ പറയുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും പറയാൻ പറ്റുന്ന വരില്ല. എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായി കുറച്ച് കാര്യങ്ങൾ ഇന്ന് ഞാൻ പറയാം. അതായത് ഈ ആഴ്ച എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആഴ്ച എല്ലാവരും ഹൈലി പ്രൊഫഷണൽസ് ആയിരിക്കും, ഞാനടക്കം. എൻ്റെ ഇപ്പോൾ ഈ ബാഗിൽ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതായത് സ്ക്രബ് ഉണ്ട്, ലാബ് കോട്ട് ഉണ്ട്, സ്റ്റെതസ്കോപ്പ് ഉണ്ട്. എല്ലാ സാധനവും കൂടി കുത്തി നിറച്ചാണ് നടക്കണം. എല്ലാ സാധനവും എല്ലാ ക്ലാസ്സിനും വേണം എന്നാണ് കർശനമായി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആവട്ടെ, യൂണിവേഴ്സിറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ, ഒരു അക്രഡിറ്റേഷന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ളി ഒക്യുപ്പൈഡ് ആയിരിക്കണം എല്ലാ ക്ലാസ്സിനും. അതിനും വേണം, എല്ലാ ക്ലാസ്സിനും പോയാലും വേണം. ഒന്നും മിസ് ചെയ്യരുത്. എനിക്കാണ് ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പും കൂടി കടിക്കാമെന്നൊക്കെ പറയണ പോലെ വേറൊരു പണിയും കൂടി കിട്ടി. സ്റ്റുഡിയോയിലാണെങ്കിൽ ക്ലയൻറ്റ് മീറ്റിംഗ് വരുന്നുണ്ട്. അപ്പം ഞാൻ പോയേ പറ്റൂ. ബുധനാഴ്ചയാണ് അത്. അപ്പോൾ ബുധനാഴ്ച എനിക്ക് ഒഴിവാവണമെങ്കിൽ ബുധനാഴ്ചയിലത്തെ ക്ലാസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ വരണം. അപ്പോൾ ഞാൻ ഒരു ക്ലാസ് അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി എല്ലാവരും കൂടി കൂട്ടി ചവിട്ടി മറിച്ചിട്ടുള്ളൊരു പ്രത്യേകതരം അവസ്ഥയിലൂടെയാണ് ഈ കടന്നു പോണത്. ഇന്നും നാളെയും മറ്റന്നെയാണ് ഒഴിവാവേണ്ടത്. അപ്പം മറ്റന്നത്തെ ക്ലാസ് അവിടെയും ഇവിടെയൊക്കെ തിരിച്ച് മറിച്ചിട്ടുള്ളൊരു പിടുത്തമാണ് ഞാനിപ്പോൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിയായാൽ ശരി, ഈ വഴി പോകുന്നു. ഈ വഴി കുറേ എക്സ്ട്രാ നടക്കണം, നമുക്ക് വേറെ വഴി നടക്കാം. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിൽ പോവും. അത് നമ്മുടെ ആൻഡ്രോളജി പോവും. ആൻഡ്രോളജി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകേണ്ട ക്ലാസ്സിന് ഞാൻ പോവാതെ ബുധനാഴ്ച ഉണ്ടാവേണ്ട ഒരു ക്ലാസ്സിന് പോവും. ആ ക്ലാസ്സിന് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. എടുക്കേണ്ട ഒരു ലീവ് ഞാനൊരു ദിവസം വയ്യാണ്ട് കിടന്നപ്പോൾ ഞാൻ എടുത്തായിരുന്നു. എന്നിട്ട് ഈ രണ്ടാമത്തെ സബ്ജക്റ്റിൻ്റെ ക്ലാസ് അടുത്ത ആഴ്ച പോകണം. എന്നിട്ട് 3 മണിക്ക് ബുധനാഴ്ചയിലത്തെ രണ്ടാമത്തെ ക്ലാസ്സിൻ്റെ വേറൊരു ക്ലാസ്സിന് പോകണം. അങ്ങനെ ആകെ മൊത്തത്തിൽ കുഴഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുക. നാളത്തെ ഒരു ക്ലാസ്സിൻ്റെ ക്ലാസ് ഇന്ന് പോകണം. എന്നിട്ട് നാളെ മറ്റൊന്ന് പോകണം. അതാകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്, ഒരു പ്രത്യേകതര അവസ്ഥയാണ്. എന്തെങ്കിലും ആവട്ടെ, നമ്മൾ എത്തിക്കും കാര്യങ്ങളൊക്കെ. അറ്റവും മുറിയും എങ്ങനെയെങ്കിലുമൊക്കെ ചവിട്ടിപ്പിടിച്ച് എത്തിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഫോണിൻ്റെ ചാർജർ ഞാൻ ഇന്നലെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എടുക്കാൻ മറന്നു. ഒഴിവ് നോക്കിയിട്ട് അതും കൂടി പോയി എടുക്കണം. ശരിയാവും അവിടെ പോകാൻ. അതിൻ്റെ കൂട്ടത്തിൽ ഈ മുടിവിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അതും കൂടി ഡേറ്റ് മാറ്റാൻ നോക്കണം. ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ക്ലാസ്സിനാണ്. ആദ്യത്തെ ക്ലാസ്സിന് പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ആദ്യത്തെ ക്ലാസ്സിൽ പോയിട്ട് ബാക്കി ഇവിടെ മഴ പെയ്തിറങ്ങുന്നുണ്ട്. ആകെ മൊത്തം വെള്ളവും ചെളിയും കോപ്പും താപ്പൊക്കെയാണ്. അപ്പം ഞാൻ അതിന് പോട്ടെ. ഒരു കാര്യം കൂടി കാണിച്ചിട്ട് പോവാം. ഇവിടെ നിന്ന് മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ അപ്തേക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് മരുന്ന് കാര്യങ്ങൾ കിട്ടുക. പക്ഷേ ഇച്ചിരി പവർ കൂടിയ മരുന്ന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വേണം. ഓക്കെ, പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് പറയാനൊന്നുമില്ല. പോയി പുള്ളിക്കാരൻ ഇന്ന് ഡോഗ്സിനെ കുറിച്ചിട്ടായിരുന്നു പരിപാടി മുഴുവൻ. അവരിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്, പരിപാടികൾ, അങ്ങനെ കുറേ ഒരു 2.5 മണിക്കൂർ അവരെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ്സിൽ പോകണം. അതിന് മുന്നേ ഇവിടെ മുടിവെട്ടുകടയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ കാലത്ത്. അപ്പം മുടിവെട്ടുകടയുടെ കാര്യത്തിനൊന്നും തീരുമാനമാക്കണം. മഴ ഇതേവരെ മാറിയിട്ടില്ല. ഇൻറ്റൻസിറ്റി ഒരു ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. എന്തായാലും ആവട്ടെ, ടെമ്പറേച്ചർ ഒരു 6 ഡിഗ്രി. പിന്നെ മുടിവെട്ടുകടയെ പോട്ടെ, അത് മിക്കതും പ്ലിങ്ങാനാണ് സാധ്യത, അറിയാൻ പാടില്ല. വരുന്നത് പോലെ. അപ്പം കഴിഞ്ഞ ദിവസം പോയി അതേ മുടിവെട്ടുകടയിൽ പോയി. ഓൺലൈനിലേക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഓൺലൈനിൽ ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് 25 സ്ലോട്ട് ചോദിക്കണം. എന്തെങ്കിലും 10 പൈസ ഇല്ലാത്ത സമയം ഇപ്പോൾ. സോ മുടിവെട്ടുകടയിൽ പോയിട്ട് നോക്കി നോക്കാം. അല്ലെങ്കിൽ ഞാൻ പോവില്ല, അത്ര തന്നെ. മുടി വെട്ടാൻ പോവില്ല. അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ഇത്തിരി ഒന്നും കൂടി പ്രീപോൺ ചെയ്താൽ പോരെ. എന്തായാലും പോയി നോക്കാം. മുടിവെട്ടോടെ കഴിഞ്ഞ ദിവസത്തെ അതേ സ്ഥലത്ത്. പുതിയ കടയായതുകൊണ്ടാണ് റേറ്റ് കുറവ്. അപ്പം ശരി. അപ്പം മുടിവെട്ടിൻ്റെ പരിപാടികൾ തീർത്തിട്ടുണ്ട്. നാളെ 5 മണിക്കേലത്തേക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. നാളത്തെ ക്ലാസ് കഴിഞ്ഞ് നേരെ മുടിവെട്ടാൻ കയറാം. അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച ഇപ്പോഴത്തെ കാര്യങ്ങളനുസരിച്ച് ഫ്രീ ആവേണ്ടതാണ്. പിന്നെ ഈ ക്ലാസ് കാര്യങ്ങളൊക്കെ എല്ലാത്തിനും പോകേണ്ട ഒരു തിരക്ക് പിടിച്ച അവസ്ഥയിലായി. ഇപ്പോൾ ഇന്ന് എത്ര ക്ലാസ് ഉണ്ടെന്ന് എനിക്ക് വലിയ പിടിയില്ല. കണക്കൂട്ടൽ പ്രകാരം 5-6 ഉണ്ട്. അതിനകത്ത് 3 എണ്ണത്തിനും മാൻഡേറ്ററി ആയിട്ട് പോകണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചും മറിച്ചും കുറച്ച് പിടുത്തങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ആവട്ടെ, ശരിയാവും. എല്ലാം ശരിയാവേണ്ട അവിടെ പോകാൻ. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ്. അടുത്ത ക്ലാസ്സിന് പോട്ടെ. അടുത്ത ക്ലാസ് ടോക്സിക്കോളജിക്കാണ് പോകണേ. അപ്പം ശരി. എന്തായാലും ഒരു വഴിക്ക് പോയതല്ലേ, കൂട്ടത്തിൽ മല്ലിയില കിട്ടിയിട്ടുണ്ട്. മല്ലിയിലയും മേടിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് എന്തായാലും പോയേ പറ്റൂ. മല്ലിയില വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ എന്തായാലും നമുക്ക് ക്ലാസ്സിനെ ഒരു കൊറിയാൻഡർ ഫ്ലേവർ ടച്ച് അങ്ങോട്ട് കൊടുക്കാം. എന്താവോ
കാരണം ഇനി പോയി വെച്ചിട്ട് വരാനുള്ള സമയമില്ല. അപ്പം അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ്. ടോക്സിക്കോളജി എൻ്റെ ബാച്ചിൻ്റെ കൂടെ അല്ല, വേറെ ബാച്ചിൻ്റെ കൂടെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പോയിട്ട് ക്ലാസ്സിന് മുഴുവൻ മണപ്പിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പം ശരി. ടോക്സിക്കോളജി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളീനൊന്ന് കൺവിൻസ് ചെയ്യാനെടുത്ത ടൈമേ അതായത് ഈ ക്ലാസ്സും വർക്കിലും തിരിക്കലും പുള്ളിക്ക് ഇഷ്ടമല്ല. അങ്ങനെ വേറെ ആൾക്കാർ വേറെ ഗ്രൂപ്പിൽ തിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളങ്ങ് കൺവിൻസ് ചെയ്ത് കളഞ്ഞു പുള്ളീനെ. ആ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചെത്തി പുറത്ത് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ മഴ കൂടുതലായിരുന്നു. പിന്നെ ഞാൻ എല്ലാവരും മല്ലിയെല്ലാം നല്ല രീതിയിൽ മുളപ്പിച്ചിരുന്നു. പുള്ളി എന്തോ ഭാഗ്യത്തിന് ഇറക്കി വെക്കാൻ മുറിയുടെ പുറത്തിറക്കി വെക്കാൻ പറഞ്ഞില്ല, അതുകൊണ്ട് കയ്യിൽ തന്നെ പിടിച്ചു. അപ്പം അത് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു, ക്ലാസ്സുകളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അതിന് മുന്നേ ഞാൻ പോയി സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മുടെ ചാർജർ എടുത്തിട്ട് വരണം. ഇനി അതിൻ്റെ പരിപാടിയാണ് ഇനിയുള്ളത്. ഒരു ചാർജർ ഇല്ലാത്തത് കൊണ്ട് ഇനി അതും കൂടി ചെയ്യണം. അതിൻ്റെ കൂടുതൽ ഇപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ വിശന്നിട്ട് പാടില്ല, സമയം ഭയങ്കര കുറവായതുകൊണ്ട് ഞാൻ ഒന്നും നോക്കിയില്ല. നമ്മുടെ നൂഡിൽസ് ചേട്ടനെ ഇങ്ങോട്ട് ഉണ്ടാക്കി സ്റ്റവ് വൃത്തിയാക്കി ഇപ്പോഴും നേരം കിട്ടിയിട്ടില്ല. ഞാൻ വൃത്തിയാക്കിയേക്കോളാം. അപ്പം നൂഡിൽസ് ഉണ്ടാക്കുന്നു, നൂഡിൽസ് കഴിക്കുന്നു, പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്. ബിസി ഡേ. നമ്മൾ പൊതുവെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യണ കൂട്ടത്തില്ല. പക്ഷേ എല്ലാ പ്ലാനും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ. അതാണ് സംഭവിക്കുന്നത്. പ്ലാനുകൾക്ക് അതീതമായി നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ബൈ. ഇനി ക്ലാസ് അല്ല, ഇനി സ്റ്റുഡിയോയിൽ പോയിട്ട് ക്ലാസ്സിൽ പോയിട്ട് കാണാം. ചാർജർ അവിടെയാണ്. ചാർജർ ഇല്ലാണ്ട് എനിക്ക് ഒട്ടും പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ മിക്കതും പലരും കളിയാക്കാൻ സാധ്യതയുണ്ട്, നിനക്ക് വേറെ ചാർജറൊന്നും ഇല്ലെന്നും ചോദിച്ചിട്ട്. എന്തേലും അവിടെ നമ്മൾ ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ പോവുക, നമ്മുടെ സാധനം എടുക്കാൻ വരിക. കാരണം ഒരു ആപ്പിളിൻ്റെ ചാർജറിന് 110 സ്ലോട്ട്. ഇന്ന് ഞാൻ പോയി എടുത്തില്ലെങ്കിൽ ഇനി അത് കിട്ടില്ല. ആരും കട്ടുകൊണ്ട് പോകുന്നില്ല എന്നല്ല, കട്ടുകൊണ്ട് പോകും എന്നൊന്നുമല്ല. സാധനം ഇന്ന് പോയില്ലെങ്കിൽ അത് മൊത്തത്തിൽ കിടന്നങ്ങോട്ട് ഉരുളും. 100-150 ആൾക്കാർ ജോലി ചെയ്യണ സ്ഥലമാണ്. പിന്നെ അത് കിട്ടൂല. പിന്നെ തന്നെ പോയി എടുക്കുന്നതാണ് ഏറ്റവും സേഫ്. ഇന്നിപ്പോൾ അവിടെ അധികം ആൾക്കാരുണ്ടോ എന്ന് വെച്ചാൽ ആൾക്കാരുണ്ട്, പക്ഷേ വീക്കെൻഡിലുള്ള അത്ര ആൾക്കാർ കാണില്ല. അപ്പോൾ ഉള്ള കുറച്ച് ടീമുകളൊക്കെ കാണിക്കുക. പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ പറയാൻ പറ്റും. എന്തെങ്കിലും ഇൻ്റർനാഷണൽ പരിപാടി ഉണ്ടെങ്കിൽ പറയാം. മിസ്റ്റർ എറിക്, ഗുഡ് ബൈ. ഗുഡ് ബൈ. How are you? Bye bye. അങ്ങനെ നമ്മൾ സ്റ്റുഡിയോയിൽ പോയി നമ്മുടെ സാധനം എടുത്തു, ബാഗിൽ കയറ്റി. ഇനിയിപ്പോൾ നേരെ തിരിച്ചു പോകണം. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഷൂ എന്ന് പറഞ്ഞുണ്ടാക്കണം. എന്തെങ്കിലും തട്ടിക്കൂട്ട് സെറ്റപ്പ് കഴിക്കണം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പോകണം. ഭയങ്കര ഹെക്റ്റിക് ഡേ തന്നെ, ഒന്നും പറയാതെ വയ്യ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇന്നിപ്പോൾ 3 ബേ വർക്കാണ്. ഒരു മോഡൽ ബേയും 2 പ്രൊഡക്റ്റ് ബേയും. അവരൊക്കെ കണ്ടു, സംസാരിച്ചു. പിന്നെ നമ്മുടെ സ്ഥിരം പയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവന്മാർക്കൊക്കെ ഒരു കൈയും കൊടുത്തു. കാര്യങ്ങൾ കുശാലായിട്ട് നടക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എൻ്റെ ആകെ ഒറ്റ ചാർജറുള്ളൂ. അതായത് വേറെ ചാർജറുകളുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ടൊരു സ്വഭാവമുണ്ട്. അതായത് ഒരു ഫോണിന് ഒരു ചാർജർ ഉണ്ടെങ്കിൽ ആ ഒരു ചാർജർ അല്ലാതെ വേറെ ഒരു സാധനം ആ ഫോണിൽ ഞാൻ കുത്തില്ല. എനിക്ക് എന്തോ ഒരു വൃത്തിയുടെ സ്വഭാവമാണ്. അപ്പോൾ ഈ ചാർജർ ഇല്ലാണ്ടായപ്പോൾ എനിക്ക് തന്നെ ഒരു ദണ്ണം. ഇതല്ല ഫോണിൽ ഇപ്പോൾ ആകത്തുള്ള 30% ഉള്ളൂ. ഇന്നലെ ഫോൺ ഉപയോഗിക്കില്ല, ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്ത് കളഞ്ഞു വല്ലാത്ത രീതിയിൽ. ക്ലാസ്സിൽ പോലും പോയപ്പോൾ ഫോൺ തൊട്ടിട്ടില്ല ഞാൻ. അല്ല ക്ലാസ്സിൽ ഉപയോഗിച്ചതല്ല, ക്ലാസ്സിൽ പോകുന്ന വഴി. അപ്പോൾ ചാർജർ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിമിഷ്ടമായിരുന്നു. ഇപ്പോൾ ഹാപ്പിയായി. ഇനി പോവാ, ചാർജ് ചെയ്യാനിടാ, ഫുഡ് ഉണ്ടാക്കുക, അടുത്ത ക്ലാസ്സിന് പോവുക. ഇന്നിപ്പോൾ സർജറിയും കൂടി ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ വീട്ടിൽ പോട്ടെ. ബൈ. അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ക്ലാസ് കഴിഞ്ഞ് നവും ഇറങ്ങിയിരിക്കുകയാണ്. കുതിരയിലായിരുന്നു പരിപാടികൾ. കുതിരയ്ക്ക് കുറച്ച് ഉവാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നോമൊന്ന് നോക്കി എല്ലാ പ്രശ്നങ്ങളും ആ കുതിരയോടെ മാറി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക്. ഇന്ന് മൊത്തത്തിൽ ഓട്ടവും ചാട്ടവും ആയിരുന്നു, ഇരുന്നിട്ടില്ല. വിശക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഞമ്മിന് വേണ്ടി ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഇന്നത്തെ ദിവസം അവസാനിക്കാൻ പോകുന്നത്. പറഞ്ഞതുപോലെ ഈ ആഴ്ച വളരെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരാഴ്ചയായിരിക്കും. അക്രഡിറ്റേഷൻ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒത്താൽ കിട്ടും, ഇല്ലേൽ ഗോപി, പക്ഷെ കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ പ്ലാൻ ചെയ്യും, പക്ഷേ പ്ലാൻ എപ്പോഴും സഫലീകരിക്കാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ പ്ലാൻ പൊട്ടിയാലും അഥവാ ചീറ്റിപ്പോയാലും പ്ലാൻ ബി അല്ലെങ്കിൽ വരുന്നതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഗട്ട്സ് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെക്കുക.
ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ള കാര്യം. വേറെ ഒന്നും നോമ്പിനൊന്നും പറയാനില്ല. അപ്പോൾ ശുഭദിനം.